ഒരാളൊക്കെ കുറേ ദൂരം കിലോമീറ്റർ കണക്കിന് ഓടിക്കണം. അതിലേക്ക് പോകാൻ പോകുന്ന വഴിക്കുന്ന പമ്പില്ല. അപ്പം നമ്മൾ വലിയ ഫുൾ ടാങ്ക് അടിച്ചു. 20 അപ്പോൾ രണ്ടും കൂടി ഫില്ല് ചെയ്യണം. സ്നോ വീഴുന്നില്ല കേട്ടോ. നമ്മുടെ വീണുകൊണ്ടൊക്കെയാണ് വണ്ടിയിലേക്കൊക്കെ. അടുത്ത വൈൽഡാസ്, ടിബറ്റൻ വൈൽഡാസ് ഉള്ളിലേക്കാണല്ലോ. തങ്കത്താറാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നൊരു തരം താറാവാണ് തങ്കത്താറാവ്. ഇവിടെ ആട്ടിടയന്മാരുടെ ഈ കാണുന്നുണ്ടോ, ആട്ടിടയന്മാരുടെ ടെമ്പററിയുള്ള താമസ സ്ഥലമുണ്ടോ അതൊക്കെ. നമസ്കാരം. അപ്പം നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര എത്തി നിൽക്കുന്നത് ദുർബുക്കിലാണ്. ഓക്കെ, അതായത് പാങ്ങോങ് ലേക്കിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ദുർബുക്ക്. നമ്മൾ ഇന്നലെ പാങ്ങോങ് ലേക്ക് കണ്ടു വന്നു. ഇപ്പോൾ തിരിച്ച് ദുർബുക്കിൽ സ്റ്റേ ചെയ്താണ്. അപ്പോൾ നമ്മളിന്നലെ സ്റ്റേ ചെയ്ത ഇതൊരു ഹോം സ്റ്റേ ആണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നല്ല താഴെ ഒരു ഫാമിലിയാണ്, നല്ല ചേട്ടനും ചേച്ചിയാണ്. നല്ല റൂമായിരുന്നു. അപ്പം നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്തു. നേരെ ഇനി പോകുന്നത് ഹാൻലിക്കാണ്. നമുക്ക് ആദ്യമായിട്ട് പോകേണ്ടത് ഹാൻലിയാണ്. ഹാൻലി പോയിട്ട് വേണം ഉംലിംഗ്ല പോകാനായിട്ട്. ഉംലിംഗ്ല അറിയാലോ, ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ അവിടെ ഇപ്പം ഹാൻലിയിൽ 4 ഡിഗ്രിയാണ്. ഉംലിംഗ്ല എനിക്ക് തോന്നുന്നു മൈനസ് ആണെന്ന് തോന്നുന്നു. അപ്പം നല്ലപോലെ കിതയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ കിതയ്ക്കുന്നുണ്ട്. ഇനി അവിടെ എന്താ, ഞങ്ങൾ താമസിച്ചൊരു സ്ഥലമാണ്. ഇത് ഫുൾ മൗണ്ടൻസ് ആണ് ഇവിടെ. നേരെ ഇപ്പുറത്ത് മിലിറ്ററി ക്യാമ്പൊക്കെയാണ്. അപ്പം നേരെ നമ്മൾ സുഷൂൽ പോവും. സുഷൂൽ പോയിട്ട് അവിടെ നിന്ന് ഹാൻലി പോവും. ഒരു 210 കിലോമീറ്റർ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട്. 5 മണിക്കൂർ എടുക്കും. നമ്മൾ പയ്യെ പോവുള്ളൂ, കാരണം ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ വരില്ല, വരണ്ടെന്ന് വിചാരിച്ചിട്ട്. 3 മണിക്ക് വരുന്നതിന് ഒരു ചായ അടിക്കണം. അപ്പോൾ പോവാം. ഹാൻലിക്ക് പോകാൻ പോകുന്ന വഴിക്കുന്ന പമ്പില്ല. അപ്പം നമ്മൾ വലിയ ഫുൾ ടാങ്ക് അടിച്ചു. 20 അപ്പോൾ രണ്ടും കൂടി ഫില്ല് ചെയ്യണം. ചുഷൂൽ വഴിയാണ് പോകുന്നത്. ചുഷൂലിലേക്ക് ഒരു 60-65 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയാണിത്. ഇവിടെ ആട്ടിടയന്മാരുടെ ഈ കാണുന്നുണ്ടോ, ആട്ടിടയന്മാരുടെ ടെമ്പററിയുള്ള താമസ സ്ഥലമുണ്ടോ അതൊക്കെ. നമ്മൾ പോകുന്ന വഴി ഇങ്ങനെയാണ്. നേരെ ഇനി അങ്ങോട്ട് പോകണം. നമ്മളെ പെട്രോൾ വാങ്ങി വെച്ചിട്ടുണ്ടേ. പെട്രോളിന് ക്യാനിന് ചെറിയൊരു ലീക്ക്, അതായത് ഫുൾ ആയതുകൊണ്ട് അങ്ങനെ ലീക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുകയാണ്. 2 ലീക്ക് ഉണ്ടോ? ഉള്ളു ലീക്കാണല്ലോ. എന്താ ഇപ്പോൾ ചെയ്യാ? അടിയിൽ കൂടെയാണ് വരുന്നത്. ഞാൻ മുകളിൽ നോക്കുള്ളൂ. നേരത്തെ ഞാൻ മുകളിൽ നോക്കുള്ളൂ. അടിയിൽ കൂടി ലീക്കാണെങ്കിലോ നന്നായിട്ട്. പെട്രോൾ ഇങ്ങനെ ലീക്കാണ്. കാരണം അങ്ങോട്ട് പമ്പില്ലതുകൊണ്ട് ഞങ്ങൾ പെട്രോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പണി ചെയ്ത് ഇങ്ങനെ ലീക്കാവുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കല്ല് വെച്ചിട്ടേ, വെറും കല്ല് അടുക്കി വെച്ചിട്ടാണ് ഇവർ ഓരോ മതിലുകളൊക്കെ വെച്ചിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഈ വരുന്ന വഴി മുഴുവൻ യാക്കുകളാണ്. പിന്നെ ഒരുപാട് ചെമ്മരിയാടുണ്ട്. നല്ലൊരു ലൊക്കേഷനാട്ടോ അവരുള്ളത്. മൗണ്ടൻ, അതിൻ്റെ താഴെ ഒരു ചെറിയ തടാകം പോലെ. എൻ്റെ മേത്രിയ എന്ത് റൂമാണെന്നറിയോ യാത്തിന്. ഇതാണ് കേട്ടോ തങ്കത്താറാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നൊരു തരം താറാവാണ് തങ്കത്താറാവ്. അത് കുറേ ഉണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്ത് ചെമ്മരിയാടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കുറേ യാക്കുണ്ട്. ഇതേ ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ കുറേ കുതിരകളുണ്ട് ഇപ്പുറത്ത്. വാ,
ലവിൻ്റെ സിമ്പിളായിട്ടൊക്കെ പറയും തങ്കത്താറാവിന്. പിന്നെ നമ്മൾ യാക്കിനെ കണ്ടു, കുതിരനെ കണ്ടു, ടിബറ്റൻ വൈൽഡാസിനെ കണ്ടു. പിന്നെ നമ്മളുണ്ട് ആടുകൾ, ചെമ്മരിയാട്, ഇഷ്ടം പോലെ ചെമ്മരിയാട് അത് കണ്ടു. കുറേ ഉണ്ട് ചെമ്മരിയാട്. ഇപ്പം നമ്മളൊരു മല ഇങ്ങനെ കയറിക്കൊണ്ട്, ഇടയ്ക്ക് ഒരു മിലിറ്ററിയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ കയറിക്കൊണ്ട് ഫുൾ പാറക്കല്ല കേട്ടോ. ഇപ്പം വീഴുന്ന കണക്കാണ് എല്ലാം നിൽക്കുന്നത്. സ്നോ വീഴുന്നു കേട്ടോ. നമ്മുടെ വീണുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിലേക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ടോ ഇവനെ തപ്പി നടക്കണം. ഇപ്പോഴാണ് ഞങ്ങൾ ഇവനെ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ഹിമാലയൻ മെർമെറ്റ്. കാണാൻ നമ്മുടെ നാട്ടിലെ കീരീനെ പോലെയൊക്കെ ഇരിക്കും. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇവരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലം ഇവർ എന്താക്കും, ഈ കുഞ്ഞു കുഞ്ഞു പുല്ലും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അത് ശരീരത്തിൽ കൊഴുപ്പായിട്ട് ശേഖരിച്ച് വെക്കും. എന്നിട്ട് മഞ്ഞുകാലത്ത് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അപ്പോൾ മഞ്ഞുകാലത്ത് ഇവർ ഫുൾ ടൈം മാളത്തിലാണ് ഉണ്ടാവുക. ഒരാളെ കാണെങ്കിലൊക്കെ കുറേ ദൂരം കിലോമീറ്റർ കണക്കിന് ഓടിക്കണം. അപ്പം നമ്മൾ നേരെ ഇപ്പോൾ എത്താൻ പോകുന്നത് ദൂരെ ഒരു വില്ലേജ് ഉണ്ട്, ചുസൂൾ. ആ ചുസൂളിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇവിടെയൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ട്, മുഴുവൻ കോടയാണ്. ഇനി ചുസൂളിൽ നിന്ന് നമുക്കൊരു 100 കിലോമീറ്റർ മുകളിൽ പോകാണ്ട്, എന്നാലേ നമ്മൾ ഹാൻലിയിൽ എത്തുള്ളൂ. ഹാൻലിയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ വരുന്നത്. നമ്മളങ്ങനെ ചുഷൂലെത്തി. അതായത് ഹാൻലിലേക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള ഒരു ടൗൺ ആണെന്ന് തോന്നും കേട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചേക്കൊള്ളാന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ ടൗണും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഹെഡ്ലി വെൽക്കം ടു ഗോ ഗ്രീൻ ഗോ ഓർഗാനിക് മാസ് പ്ലാന്റേഷൻ. ഇവിടെ ടൗണൊന്നും കാണുന്നില്ല. പണിപാളി ഇതില്ലേ ഓരോരോ വില്ലേജാ കാണിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പരാമ വില്ലേജ് കാണിച്ചു. അത് കഴിഞ്ഞ് കുറേ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചുഷൂൽ കാണിച്ചത്. ചുഷൂളിൽ നിന്ന് പിന്നെ ഒരു 100 കിലോമീറ്റർ പോയാലേ നമ്മൾ ഹാൻലി എത്തുള്ളൂ. ഹാൻലിക്ക് പോകാൻ പ്രത്യേകിച്ച് ചിലപ്പോൾ ചില സമയത്തൊന്നും റോഡുകളേ ഇല്ല. നമ്മളിങ്ങനെ മൗണ്ടൻ്റെ സൈഡിൽ കൂടി ഓടിച്ചു പോകണം. എന്തൊക്കെയാവുന്ന ദൈവത്തിനറിയാം. നമുക്ക് പോയി നോക്കണ്ട. പക്ഷെ നമുക്ക് കഴിക്കാനോ ടോയ്ലറ്റോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇവിടെ ഞാൻ കാണുന്നില്ല കേട്ടോ. കഴിഞ്ഞപ്പോഴേ റോഡിൻ്റെ അവസ്ഥ വൻ മോശമായി. ടാറിട്ട് റോഡ് ഇല്ല, കട്ട് റോഡാണ്. മുമ്പിൽ കുറച്ച് റൈഡേഴ്സ് പോയിക്കുമല്ലോ, പൊടി പോലെ നമ്മൾ കാണുന്നില്ല. നമ്മളവിടെ മിലിറ്ററി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരുടെ ചോദിച്ചിട്ടാണ് ഈ റൂട്ടാണ് മനസ്സിലാക്കി എടുത്തത്. നല്ല കട്ട കല്ലാണ്. സ്പീഡിൽ പോകാണ്ട് ധൈര്യമില്ല, കാരണം കുറേ ദൂരം പോകാനുള്ളല്ലോ. ടയറിനും എല്ലാം പറ്റി കഴിഞ്ഞാൽ പിന്നെ പണിയാവുമല്ലോ. നമ്മൾ പതുക്കെയാണ് പോകുന്നത്. നല്ല റോഡ് കിട്ടുമെന്ന് വിചാരിക്കാം. അതേണ്ട അടുത്ത വൈൽഡാസ്, ടിബറ്റൻ വൈൽഡാസ്. നേരെ നോക്കി കഴിഞ്ഞാലേ പല കളറിലുള്ള മലയാണ്. ആ മലയുടെ ചെരുവിൽ കുറച്ച് വീടുകളുണ്ട്. സൂം ചെയ്ത് നോക്കി കാണാം. നമ്മൾ ഭക്ഷണം കഴിച്ചു. വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചേച്ചിമാർ നടന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മഴവിൽ, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെ ഒരു മഴവില്ലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാനിലെത്തി. ഞങ്ങൾ ദുർബക്കുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചുഷൂൽ വഴി ഞങ്ങൾ ഹാനിലെത്തി. ഇതുപോലൊരു ദുരിതം പിടിച്ച യാത്ര ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ യാത്ര ചെയ്തില്ല. ഞങ്ങൾ പലയിടത്തും ചോദിച്ചു ദുർബക്കുന്ന് എങ്ങനെയാണ് ഹാനിലെത്തുക. ദുർബക്കുന്ന് ചുഷൂൽ വന്നിട്ട് ചുഷൂലിൽ നിന്ന് ഹാനിലേക്ക് റൂട്ടുണ്ട്. പക്ഷേ BRO ആ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ചില സ്ഥലത്ത് ടാറിങ് ഉണ്ട്, ചില സ്ഥലത്ത് റോഡേ ഇല്ല, ചില സ്ഥലത്ത് നമ്മൾ നേരെ നല്ല തണുപ്പാട്ടോ. ചില സ്ഥലത്ത് റോഡ് ടാറേ ഇല്ല. അതായത് നമ്മൾ റോഡും താഴോട്ട് ഇറക്കി വയലിൽ കൂടി ഇറക്കി ഏതൊക്കെയോ, അതും 2-3 വഴിയാണ്. അതായത് ചില സ്ഥലത്തൊന്നും ആരുമില്ല, വഴി ചോദിക്കാൻ പോലും ഒരു മനുഷ്യനില്ല, കിലോമീറ്റർ കണക്കിന് ആരുമില്ല. ഞങ്ങൾ ഇന്ന് പെട്ടൊരവസ്ഥ. ഞങ്ങൾ വീഡിയോ അതിന് മാത്രം എടുക്കാൻ പറ്റില്ല, കാരണം ടെൻഷൻ പിടിച്ചൊരു യാത്രയായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ നിറച്ച പെട്രോള്, അതായത് ഓരോ കുണ്ടും കുഴിയും കയറിയാണ് വണ്ടി വന്നത്. അങ്ങനെ അത് പെട്രോൾ ഇങ്ങനെ ഇളകി അത് ലീക്കായി വെച്ചാൽ മൂടി കിട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനുള്ളിൽ വന്ന് അത് ക്ലീൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു. അങ്ങനെ 5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഞങ്ങൾ എത്തിയത് 8-9 മണിക്കൂർ എടുത്തിട്ടാണ്. ഇടയ്ക്ക് നിർത്തും, പെട്രോളിൻ്റെ അത് ക്ലീൻ ചെയ്യും.
അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങിയതിന് ശേഷം ഇത്രയും കഷ്ടപ്പെട്ട ഒരു ദിവസം വേറെ ഇല്ല. ഇതൊരു വുഡൻ കോട്ടേജാണ് കേട്ടോ. ഇതൊരു വുഡൻ കോട്ടേജാണ്, നല്ലൊരു കോട്ടേജാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നാളെ ഞങ്ങൾ ഉംലിംഗിൽ പോകുന്നുണ്ട്. ഉംലിംഗിലെ വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. അതുവരയ്ക്കും ബൈ ബൈ.